ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷനെ പറ്റിയിട്ടാണ്. അതിൽ നമ്മൾ ഫൗണ്ടേഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സിൽ സ്പ്രെഡ് ഫൗണ്ടേഷനെ പറ്റിയിട്ടും അതിൻ്റെ ടൈപ്സിനെ പറ്റിയിട്ടും പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത 2 ടൈപ്പായ പിയർ ആൻഡ് പൈൽ ഫൗണ്ടേഷനെ പറ്റിയിട്ടാണ്. നമുക്കധികം സമയം വേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൗണ്ടേഷനും അതിൻ്റെ ടൈപ്പിലെ സ്പ്രെഡ് ഫൗണ്ടേഷനെ പറ്റിയിട്ടാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈൽ ഫൗണ്ടേഷനും പിയർ ഫൗണ്ടേഷനുമാണ്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈൽ ഫൗണ്ടേഷൻ. സോ പൈൽ ഫൗണ്ടേഷൻ്റെ ഒരു ഡയഗ്രാമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. പൈൽ ഫൗണ്ടേഷൻ ലോഡ്, സ്കിൻ ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ പൈൽ, എൻഡ് ബിയറിംഗ് പൈൽ ആൻഡ് ഹാർഡ് സ്ട്രാറ്റ. ഇതാണ് ഒരു പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ pile may be defined as a long vertical member made up of timber, steel, concrete or RCC. So pile may be defined as a long vertical member made up of timber, steel, concrete or RCC. ഇതൊക്കെ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദീസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ ലോഡ് ഓഫ് സ്ട്രക്ചർ ടു സോയിൽ, ഓർ എ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദീസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ ലോഡ് ഓഫ് സ്ട്രക്ചർ ടു സോയിൽ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് എ ഡീപ്പ് ഫൗണ്ടേഷൻ യൂസ്ഡ് ഫോർ ബിൽഡിങ്സ് ഇഫ് ഹെവി ലോഡ്സ് ആർ ടു ബി ട്രാൻസ്ഫേർഡ് ത്രൂ സോയിൽ സ്ട്രാറ്റ ഓഫ് ലോ ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ സോയിൽ സ്ട്രാറ്റ ഓഫ് ലോ ബിയറിംഗ് കപ്പാസിറ്റിയിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇഫ് ദ പൈൽ ഈസ് ഇൻക്ലൂഡഡ് ദെൻ ഇറ്റ് ഈസ് നോൺ. ഇഫ് ദ പൈൽ ഈസ് ഇൻക്ലൈൻഡ്, ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബാറ്റൻഡ് പൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോൺക്രീറ്റ് പൈൽസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈൽസ്, സെക്കൻഡ് വൺ കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈലും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ് ആണ്. അപ്പോൾ അതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രീ കാസ്റ്റ് കോൺക്രീറ്റ്, സെക്കൻഡ് വൺ കാസ്റ്റ് ഇൻ സിറ്റു. നമുക്ക് ഫസ്റ്റ് വണ് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈലിനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺക്രീറ്റ് പൈൽസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രീ കാസ്റ്റ്, സെക്കൻഡ് വൺ കാസ്റ്റ് ഇൻ സി. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, സ്റ്റിറപ്സ്, കാസ്റ്റ് അയൺ ഷൂ, പിന്നെ ഇതിൻ്റെ ലെങ്ത് 40 mm ആണ്. അപ്പോൾ ഒരു പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈൽസ് എടുത്തു കഴിഞ്ഞാൽ ദീസ് പൈൽസ് ആർ കാസ്റ്റ് ഇൻ യാർഡ്, ക്യൂർഡ് ആൻഡ് ദെൻ ഡ്രിവൺ ഇൻ ടു ദ ഗ്രൗണ്ട്. പിന്നെ ദേ ആർ കോമൺലി ഓഫ് സ്ക്വയർ സെക്ടർ വിത്ത് ചാംഫേർഡ് കോർണേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ്. ദേ ആർ കോമൺലി ഓഫ് സ്ക്വയർ സെക്ഷൻ വിത്ത് ചാംഫേർഡ്, CHAMFERED, ചാംഫേർഡ് കോർണേഴ്സ്. അതുപോലെ തന്നെ ദീസ് പൈൽസ് ക്യാൻ ബി ഡ്രിവൺ ഇൻ ടു വാട്ടർ ഓൾസോ. ഇതാണ് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ്. So cast in situ piles are cast at the place where they have to function by driving a casing into an excavated hole and filling up this casting with the concrete. അപ്പോൾ കാസ്റ്റ് ഇൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പൈൽസ് അറ്റ് ദ പ്ലേസ് വെയർ ദേ ഹാവ് ടു ഫൗണ്ടൈൻ ബൈ ഡ്രൈവിംഗ് എ കേസിംഗ് ഇൻ ടു ആൻ എക്സ്കവേറ്റഡ് ഹോൾ ആൻഡ് ഫില്ലിംഗ് അപ്പ് ദ കാസ്റ്റിംഗ് വിത്ത് കോൺക്രീറ്റ്. ഇഫ് ദ കാസ്റ്റിംഗ് ഈസ് കെപ്റ്റ് ഇൻ പൊസിഷൻ ആഫ്റ്റർ പ്ലേസിംഗ് ദ കോൺക്രീറ്റ് then it is called cast in situ piles. So if the casting is kept in position after placing the concrete then it is called cast in situ piles. If the casting is withdrawn after placing the concrete then it is called uncast cast in situ piles.
അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇഫ് ദ കാസ്റ്റിംഗ് ഈസ് വിത്ഡ്രോൺ ആഫ്റ്റർ പ്ലേസിംഗ് ദ കോൺക്രീറ്റ് then it is called uncaused cast in situ piles. Under rearmed piles is a type of uncased cast in situ piles. Under reamed piles is a type of uncased cast in situ piles. Under reamed piles are structures that built on expensive soil that often cause crack due to differential movements. അപ്പോൾ under reamed piles are structures built on expensive soil that often crack due to differential movements. അപ്പോൾ ഈ ബൾജ് കാരണം അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതാണ് നമ്മുടെ കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വിത്ത് വൺ അഡീഷണൽ അണ്ടർ റീം ഓർ ബൾബ്. ഇവിടെ എഴുതിയിട്ടുണ്ട് അണ്ടർ റീം ഓർ അതിനെ വിളിക്കുന്ന പേര് ബൾബ്. അണ്ടർ റീം ഓർ ബൾബ് ദ ബിയറിംഗ് കപ്പാസിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. അപ്പോൾ ഇത്രയാണ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതർ ടൈപ്സ് ഓഫ് പൈൽസ്. ആർ അതിലൊരു 4 എണ്ണമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാറ്റൺ പൈൽ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഷീറ്റ് piles. First one batten, second one sheet piles, and third one fender piles, and fourth one compaction piles. അങ്ങനെ 4 എണ്ണമാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യാം, ബാറ്റൺ പൈൽസ്. ഫസ്റ്റ് വൺ ബാറ്റൺ piles. So they are also known as spur piles. Spur, S-P-U-R, spur piles. They are also known as spur piles. They are constructed to resist the horizontal loads and are usually driven in an inclined direction. അപ്പോൾ അത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റ് ടു ഹൊറിസോണ്ടൽ ലോഡ്സ് ആൻഡ് ആർ യൂഷ്വലി ഡ്രിവൺ ഇൻ ഇൻക്ലൈൻഡ് ഡയറക്ഷൻ. അതാണ് നമ്മുടെ ബാറ്റൺ പൈൽസ് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഷീറ്റ് പൈൽസ്. അപ്പോൾ ഷീറ്റ് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻ്റർലോക്കിംഗ് സ്റ്റീൽ പ്ലേറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ്സ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്സ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ഡ്രിവൺ ഇൻ ടു ദ ഗ്രൗണ്ട് ഓർ റിവർ ബെഡ് ആൻഡ് ഇൻ സ്പേസ് ഇൻ ബിറ്റ്വീൻ two layers are filled with sand. In between 2 layers and are filled with sand. അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ഷീറ്റ് പൈൽസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേ ആർ കോമൺലി യൂസ്ഡ് ടു റീറ്റെയിൻ സോയിൽ ഇൻ സ്ട്രക്ചേഴ്സ് ലൈക്ക് വേവ്സ്, അതുപോലെ തന്നെ ഡാംസ് ആൻഡ് അതർ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ്. അവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഷീറ്റ് പൈൽസ് യൂസ് ചെയ്യുന്നത്. അടുത്ത തേർഡ് വൺ എന്ന് പറയുന്നത് ഫെൻഡർ പൈൽസ്. So they are driven in front of waves or other coastal structures to protect them from impact of ships. സോ ഈ തരത്തിലുള്ള ഫെൻഡർ പൈൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഷിപ്സ് അതിൻ്റെയൊക്കെ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഫെൻഡർ പൈൽസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഫോർത്ത് വൺ എന്ന് പറയുന്നത് കോമ്പാക്ഷൻ പൈൽസ്. So compaction piles which are driven into the coarse grained soil for compacting the soil for increasing its density. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കോമ്പാക്ഷൻ പൈൽ എന്ന് പറയുന്നത്. They are not designed to carry any load. അത് ഓർത്ത് വയ്ക്കണം. They are not designed to carry any load but simply used to improve the bearing capacity of soil. അപ്പോൾ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോമ്പാക്ഷൻ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈൽസാണ് കോമ്പാക്ഷൻ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അതർ ടൈപ്സ് ഓഫ് പൈൽസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിയർ ഫൗണ്ടേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് പിയർ ഫൗണ്ടേഷൻ.
തേർഡ് വൺ എന്ന് പറയുന്നത് പിയർ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ 3 എണ്ണമാണ് ഫൗണ്ടേഷൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് ആയിട്ട് പഠിച്ചത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പ്രെഡ് ഫൗണ്ടേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പൈൽ ഫൗണ്ടേഷൻ, ആൻഡ് ദ തേർഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിയർ ഫൗണ്ടേഷൻ. Pier foundation is used when hard strata are available at a reasonable depth ആണ്. And the load is to be transferred is large. Load to be transmitted is large. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ പിയർ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പിയർ ഫൗണ്ടേഷൻ ഈസ് shallower than pile and it is cast in situ type ആയിരിക്കും. അപ്പോൾ പിയർ ഫൗണ്ടേഷൻ ഈസ് shallower than pile and it is cast in situ type ആയിരിക്കും. അതാണ് പിയർ എന്ന് പറയുന്നത്. The bottom is plugged with concrete and the hollow portion is filled with sand. പിന്നെ the wide well is then covered with a cap above which the superstructure will be constructed. അങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദ ഹോൾ വെൽ ഈസ് ദെൻ കവേർഡ് വിത്ത് എ ക്യാപ് എബവ് വിച്ച് ദ സൂപ്പർ സ്ട്രക്ചർ വിൽ ബി കൺസ്ട്രക്റ്റഡ്. അതാണ് പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ക്ലാസ് ഫുൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.